നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാഹുലിന് അതിനിർണായകമായൊരു ദിവസം കൂടിയാണ്. ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് കോടതി വിധി പറയുക. പ്രോസിക്യൂഷൻ അധികമായി സമർപ്പിച്ച തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാകും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് വി വി വിനോദിലേക്ക് പോകാം. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് വിധി പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എത്രത്തോളം രാഹുലിനെ അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചത്. പക്ഷേ ഇന്നലെ വിധി പറഞ്ഞിരുന്നില്ല. കൂടുതൽ വാദം കേൾക്കണം, കൂടുതൽ രേഖകൾ പരിശോധിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി പോവുകയായിരുന്നു. വളരെ അപൂർവമാണ് ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം മറ്റൊരു ദിവസത്തേക്ക് മുൻകൂർ ജാമ്യം മാറ്റുന്നത്. അങ്ങനെ സാധാരണ നിലയിൽ അപേക്ഷ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു തീരുമാനം, പരിഗണിക്കുന്ന ദിവസം തന്നെ തീരുമാനമെടുക്കുന്നതാണ് രീതി. വളരെ അപൂർവമായാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നത്. ഒരു പക്ഷേ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണാ ഘട്ടത്തിൽ നടക്കുന്നത് പോലുള്ള വാദഗതികളാണ്. ഇന്നലെ വാദപ്രതിവാദമാണ് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇന്നലെ അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ നടന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. മാത്രമല്ല, ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതി നൽകിയ പരാതിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിന് AICC നേതൃത്വത്തിന് നൽകിയതാണ്. ആ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ പരാതി പോലീസ് മേധാവി SITക്ക് കൈമാറി. ക്രൈംബ്രാഞ്ച് ഇന്നലെ തന്നെ അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ബലാത്സംഗ കുറ്റമാണ് ഈ രണ്ടാമത്തെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തത്. ഈ FIRൻ്റെ വിവരങ്ങൾ കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കും. അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് സമ്മർദ്ദിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പരാതി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ പരാതിക്കാരി തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അവരുടെ പരാതിയിൽ പറയുന്നത് ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താൻ കൈമാറി. അതിൽ പ്രധാനമായും പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടന്നു എന്ന കാര്യമാണ്. എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് വരുന്നത്. പിന്നീട് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും അതിനുശേഷം അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് ഈ തരത്തിൽ ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഷഹനാസ് കഴിഞ്ഞ ദിവസം ഈ KPCCയുടെ തന്നെ സാംസ്കാരിക സമിതിയുണ്ട്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഷഹനാസ് ഇന്നലെ പറഞ്ഞതും തന്നോടും രാഹുൽ മാങ്കൂട്ടം വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവരരുതെന്ന് ഷാഫി പറമ്പിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഷാഫി എന്നത് മുഖവിലക്കെടുത്തില്ല, പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്ന കാര്യമാണ് ഷഹനാസ് പറയുന്നത്. ഈ ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്തു വന്നപ്പോഴാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് പറയുന്നു. മാത്രമല്ല, ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതി വരുന്ന സമയത്ത് തന്നെ വീണ്ടും തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യമാണ് ഷഹനാസ് പറയുന്നത്. ആ തരത്തിൽ നിരവധി ആളുകളുടെ പരാതികൾ വരുന്നുണ്ട്. മറ്റ് ആരോപണങ്ങളും ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നൊരു പരാതി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് കൂടിയുണ്ട്. അത് ഒതുക്കി തീർത്തുവെന്നാണ്. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന തരത്തിൽ വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ. ആദ്യം ചലച്ചിത്ര താരം റിനിയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി വന്നത്. പിന്നീട് ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വ്യക്തികൾ, ഇപ്പോഴത്തെ ആദ്യത്തെ FIRലെ പരാതിക്കാരി, രണ്ടാമത്തെ FIRലെ പരാതിക്കാരി, ഇപ്പോൾ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ തന്നെ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഷഹനാസിൻ്റെ പരാതി വരുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വിധി വളരെ നിർണായകമായി മാറാൻ പോകുന്നതും. അനുശ്രീ, അതാണ് വിനോദ്, ഇന്ന് വിധി വരാനിരിക്കെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് വിധി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ? തീർച്ചയായും അനുശ്രീ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടം കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത് താൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ഈ കോടതി പറയുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കാം,
രാജ്യം വിട്ടു പോവുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോവുകയോ ചെയ്യില്ല. അത് എങ്ങനെയാണ് കോടതി വ്യവസ്ഥ വയ്ക്കുന്നത്, ആ തരത്തിൽ പെരുമാറുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടില്ല. മാത്രമല്ല അറസ്റ്റ് ഉണ്ടാകരുത്, ഇപ്പോഴത്തെ കേസിനൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ആവശ്യം കോടതി നിരസിക്കുകയും ചെയ്തിരുന്നു. അത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരുന്നത് വരെ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനമാണ്, അതിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. അതേസമയം ഇന്ന് വീണ്ടും ഈ കൂടുതൽ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും വിധി പറയുക. അതിൽ തന്നെ പ്രോസിക്യൂഷനോട് വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം രാഹുൽ ഈശ്വർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വരികയും ആദ്യത്തെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. അടുത്ത ദിവസം മാത്രമേ ഇനി അതിൽ വീണ്ടും ജാമ്യ ഹർജി നൽകാൻ കഴിയൂ. നേരത്തെ ഈ ജാമ്യവുമായ നടപടിയുമായി മുന്നോട്ട് പോയെങ്കിലും അത് കോടതി തള്ളുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിൽ എത്തിച്ച് രാഹുൽ ഈശ്വറിനെ തെളിവെടുക്കുകയും ചെയ്തിരുന്നു. ടെക്നോ പാർക്കിലെ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ പരാതിക്കാരിക്കെതിരെയുള്ള വീഡിയോകൾ തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ടെക്നോ പാർക്കിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അങ്ങനെ രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും കുറച്ച് പരിങ്ങലിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കോടതി ഇതുവരെ അതിൽ ഉത്തരവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം രേഖകൾ ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദവുമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള രേഖകൾ ഹാജരാക്കുകയും അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി ആവശ്യപ്പെടുന്ന നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ കോടതി മുഖാന്തരമോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലോ ഇപ്പോൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഹാജരാകേണ്ട സ്ഥിതി ഉണ്ടാകും. ബലാത്സംഗ കുറ്റമാണ് രണ്ടാമത്തെ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എഫ്ഐആറിൽ അറസ്റ്റിനുള്ള സാധ്യത ഒരുങ്ങിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാനം വിട്ടത്. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വന്നത്. മാത്രമല്ല ഈ SIT സംഘം രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞ് കർണാടകയിലേക്ക് പോകുന്ന നിലയുണ്ടായി. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ഉച്ചയോടുകൂടി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി അന്വേഷണ സംഘം എത്തുമ്പോൾ അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് കടന്നു കളഞ്ഞുവെന്ന വിവരമാണ് വരുന്നത്. അതുവരെ ഉപയോഗിച്ച വാഹനം ഉപേക്ഷിക്കുകയായിരുന്നു. ആ വാഹനം ഓടിച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. മറ്റൊരു വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടം കർണാടകയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. അനുശ്രീ. ശരി, വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുലിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന്, വളരെ നിർണായകമായൊരു ദിവസമാണെന്ന്. കോടതി വിധി എന്തായിരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോഴും രാഹുൽ എവിടെയാണെന്നോ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ രാഹുലിന്റെ ഭാവി എന്താകുമെന്നത് വളരെയധികം ചർച്ചയായി നിലനിൽക്കുകയാണ്. ഈ ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി